ഇടതുപക്ഷം തിരുത്തലിൻ്റെ പാതയിലാണ്. അതിന് പ്രധാനമായിട്ടും ചുക്കാൻ പിടിക്കുന്നത് CPI കൂടിയാണ്. കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ്. രൂക്ഷമായ രീതിയിലാണ് അദ്ദേഹം ഇടതുപക്ഷത്തെ വിമർശിച്ചിരിക്കുന്നത്, പ്രത്യേകിച്ചും CPIയെ. അതായത് കണ്ണൂരിൽ നിന്ന് വരുന്ന വാർത്തകൾ ഒരിക്കലും ഒരു സമരപാരമ്പര്യമുള്ള കരിവള്ളൂരിൻ്റെയും മൊഞ്ചത്തിൻ്റെയൊക്കെ സമരപാരമ്പര്യമുള്ള പാർട്ടിക്ക് ചേർന്നതല്ല. അതുപോലൊപ്പം തന്നെ ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് രക്ഷാകവചം കെട്ടുന്നവർ, അതായത് ഈ നമ്മളെ പോരാളി ഷാജിയെ പോലുള്ള നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വിളിക്കുന്ന സൈബർ കമ്മികൾ, ഇവർ നാണം കടത്തുകയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഷിനുജിക്ക് എന്താണ് തോന്നുന്നത്? അതായത് ഈ അധോലോക കഥകളും സ്വർണ്ണ പൊട്ടിക്കലും ഒന്നും ചെങ്കൊടിക്ക് ചേർന്നതല്ല, അങ്ങനെയല്ലേ ബിനോയ് വിശ്വം പറഞ്ഞത്? അതെ, വളരെ ഒരു രൂക്ഷമായ വിമർശനം തന്നെയാണ്. ചെങ്കൊടി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള രീതിയിലാണ്, അതായത് CPM-ഉം CPI-യും ഉൾപ്പെടുന്നു. അപ്പം ബിനോയ് വിശ്വം പറഞ്ഞത് ഞാൻ ആരെങ്കിലും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയല്ല, സൗമ്യമായ ഭാഷയിൽ പറയുകയാണ്. അതായത് സ്വർണം പൊട്ടിക്കൽ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ഊഹിക്കാമല്ലോ. ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ണൂരിലെ മനു M. തോമസ് നടത്തിയ വെളിപ്പെടുത്തൽ, അദ്ദേഹം പറഞ്ഞതെന്താ, P. ജയരാജൻ്റെ മകൻ ഈ സ്വർണം പൊട്ടിക്കലുമായി ബന്ധമുണ്ട്. അപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് പോലും CPM-ൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് ആ സംഭവത്തെ തള്ളിക്കളയുക ചെയ്തത്. അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളൊരു നിലപാട്. പക്ഷേ ഇപ്പോഴും ബിനോയ് വിശ്വം പറയുന്നത് എന്താണ്, ഇത്തരത്തിലുള്ള സംഭവങ്ങളുമായി ചെങ്കൊടിക്ക് ബന്ധമുണ്ട് എന്ന് പറയുന്നത് അപമാനമാണ്. അപ്പോൾ അവർ തള്ളിയപ്പം CPI വീണ്ടും അത് എടുത്തിടുന്നു എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് കടുത്ത പരാജയം നേരിടേണ്ടി വന്നു. അപ്പോൾ അതിനെയൊക്കെ എല്ലാവരും വിമർശനമൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അതിൽ CPI ആണ് വലിയ വിമർശനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റികൾ പല ഭാഗത്തും കൂടിയപ്പം അവർ പറഞ്ഞു, നിലവിലുള്ള മന്ത്രിമാരെല്ലാം തന്നെ ഭയങ്കര പാഴാണ്, അല്ലെങ്കിൽ അവർ നിലവാരമില്ലാത്ത രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, അവരെ എല്ലാം പിൻവലിക്കണം, പകരം പുതിയ മന്ത്രിമാരെ വെക്കണം, മുഖ്യമന്ത്രി മാറണം. അതായത് സകല ജില്ലാ കമ്മിറ്റികളിലും കൂടിയാലോചനകളിലൊക്കെ ഈ വിലയിരുത്തൽ നടത്തുമല്ലോ, ഇതിലൊക്കെ പിണറായി വിജയനെ രൂക്ഷമായ രീതിയിലുള്ള വിമർശനങ്ങളാണ് CPI ഉന്നയിച്ചത്. അതെ, അത് വലിയ കാര്യമല്ലേ? കാരണം CPIയുടെ ജില്ലാ കമ്മിറ്റി, ഒരു ജില്ലാ കമ്മിറ്റി പറഞ്ഞത് അല്ല, CPIയുടെ മാത്രമല്ല CPM-ന്റെ പോലും ജില്ലാ കമ്മിറ്റികൾ, പല ജില്ലകളിലും ചേർന്ന ജില്ലാ കമ്മിറ്റികളിൽ പിണറായി വിജയനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണെന്നാണ് തോന്നുന്നത്. കാരണം ഇടതുപക്ഷം പിണറായിയുടെ ഒരു പാർട്ടിയായി മാറി, പ്രത്യേകിച്ച് CPM ഇതിൽ നിന്നൊരു രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളും വിമർശിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് വിമർശനം ഒരു പുത്തരിയല്ല എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ണിൽ പൊടിയിടൽ ആണോ? അങ്ങനെയും പറയാം. കാരണം എന്താ വെച്ചാൽ പിണറായി സമം CPM സമം പിണറായി എന്നാണല്ലോ ഇപ്പം നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഈ പറയുന്ന വിമർശനങ്ങളൊക്കെ നടന്നെങ്കിലും അത് പിണറായി വിജയൻ അംഗീകരിക്കില്ല എന്നുള്ള കാര്യം നമുക്ക് തന്നെ അറിയാവുന്നതാണ്. നമ്മൾ പണ്ട് കണ്ടത് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുന്നത് സർക്കാരിനെക്കാട്ടിയും വലിയ പദവിയാണ്. ഇവിടെ ഇപ്പോൾ എന്താ, MV ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന CPM സംസ്ഥാന സെക്രട്ടറി പിണറായിയെ പിന്തുണച്ചുകൊണ്ട് തന്നെ ചില നിലപാടുകൾ സ്വീകരിക്കുന്നു. ദൈവം പോലും 6 ദിവസം കഴിഞ്ഞാൽ 7ാമത്തെ ദിവസം വിശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്ന, സൂര്യനെ പോലെ കത്തിജ്വലിക്കുന്നു, ഇങ്ങനെയൊക്കെ പറയുന്ന. അപ്പോൾ പിണറായി വിമർശിച്ചു, CPM-നുള്ള വിമർശനം എത്രത്തോളം പോകും നമുക്കറിയില്ല. പക്ഷേ CPI-ക്കുള്ളിൽ കടുത്ത വിമർശനം വരുന്നു. കാരണം അവർക്കിനി നോക്കാനൊന്നുമില്ല, ചെറിയ പാർട്ടിയാണ്, എന്ത് വേണമെങ്കിലും പറയാം എന്ന രീതിയിൽ അവർ പറയുന്നത് ഈ വിഗ്രഹം തന്നെ മാറണം. CPI എന്തിനാണ് ഈ ഇതിൽ നിൽക്കുന്നത്? LDF-ൽ അവർ പുറത്തു വരണോ? എം എം ഹസൻ ചോദിച്ചു. അപ്പം ബിനോയ് വിശ്വം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊക്കെ നല്ല ചോദ്യമാണ് എന്നുള്ള രീതിയിൽ വളരെ സൗമ്യമായിട്ട് പറയുന്നത്. പക്ഷേ CPI കോൺഗ്രസിൻ്റെ കൂടെ നിന്നപ്പോഴാണ് നല്ല ഭരണം കാഴ്ചവെച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഇവരങ്ങോട്ട് പോകുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇവിടെ ബിനോയ് വിശ്വം പറഞ്ഞതിനകത്ത് ചില പ്രധാന പോയിന്റുകളുണ്ട്. അതായത് CPM ഈ പറയുന്ന ഗുണ്ടാ രാഷ്ട്രീയം നടത്തുന്നു. ഈ നേരത്തെ ഗൗതം പറഞ്ഞ പോലെ കരിവള്ളൂരിലെ, അതുപോലെ തന്നെ ഉഞ്ചിയത്തെ, അവിടുത്തെയൊക്കെ സഖാക്കൾ ചോര കൊടുത്ത് കെട്ടിപ്പടുത്തതാണ് ഈ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരാണ് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി സ്വർണം പൊട്ടിക്കാൻ പോകുന്നു, ഗുണ്ടാ സംഘങ്ങളെ പോലെ പ്രവർത്തിക്കുന്നു, മനുഷ്യനെ കുത്തിക്കൊല്ലുന്നു. ഈ TP ചന്ദ്രശേഖരൻ അതൊക്കെ ഇൻഡയറക്റ്റായിട്ട് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ CPM അങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, ജനങ്ങളത് മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് ഒരു മോചനം, അല്ലെ അതിൽ നിന്നൊരു മാറ്റം വേണം, അല്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പുകളിലും CPM അല്ലെങ്കിൽ CPI ഈ ചെങ്കൊടി ഇതൊക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടേയിരിക്കും എന്നല്ലേ അവർ പറഞ്ഞതെന്ന് മനസ്സിലാവുന്നത്. അതെ, ഈ ഷുഹൈബിൻ്റെയും അതുപോലെ തന്നെ TPയുടെയും കൊലപാതകമൊന്നും വിപ്ലവമല്ല, അത് പ്രാകൃതമായ രീതിയാണെന്ന് മനു പറയുകയും ചെയ്തു. അതെ, മനു തോമസ് പറഞ്ഞതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. കാരണം മനു പറഞ്ഞത് എന്താ, ഈ പറയുന്ന സ്വർണം കടത്തുന്ന അല്ലെ സ്വർണം പൊട്ടിക്കുന്ന ടീമുകളുമായി ഈ CPM-ലെ ചിലർക്ക് ബന്ധമുണ്ട്. അതുപോലെ തന്നെ പാറമട മാഫിയകളെ സഹായിക്കാനായിട്ട് ഈ മലയോര മേഖലകളിൽ ജയരാജൻ നേതൃത്വത്തെ വളർത്തി. അതെ, ജയരാജൻ അവിടെ ചില ഏരിയ സെക്രട്ടറിമാരെ, ലോക്കൽ സെക്രട്ടറിമാരെയൊക്കെ നിയമിക്കുന്നു, അതുവഴി സാമ്പത്തികമായ ലാഭം ഉണ്ടാക്കുന്നു. അപ്പോൾ ജയരാജൻ അവിടെ ഒരു സമാന്തരമായ പാർട്ടി സംവിധാനം ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞു വെക്കുന്നത്. നേരത്തെ തന്നെ ജയരാജൻ
ജയരാജനെതിരെ ഇത്തരം എതിർപ്പുകളൊക്കെ ഉയർന്നതാണ്. അപ്പോൾ ജയരാജൻ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ ഈ മനു തോമസ് പറഞ്ഞതാണ്. അപ്പോൾ മനു തോമസ് ഈ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു, അതുകൊണ്ട് പല കാര്യങ്ങളും വെളിപ്പെടുത്താം. എന്നാൽ മനു തോമസ് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പുറത്തു പറയുന്നില്ല, അത് പാർട്ടിയുടെ ഘടകങ്ങൾ ഞാൻ ചർച്ച ചെയ്തതാണ്, അതൊന്നും പുറത്തു വരാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെ ഒറ്റ വാക്കുകൊണ്ട് നിഷേധിക്കുകയാണ്. ഇത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് പറയുന്നു. പക്ഷേ ഇപ്പോൾ CPIയുടെ സംസ്ഥാന സെക്രട്ടറി എന്താ പറയുന്നത്? ഇത് ചെങ്കൊടിക്ക് അപമാനമാണ് എന്ന് പറഞ്ഞാൽ അത് നടന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഇത് കേൾക്കുന്ന ഓരോ മലയാളിയും അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിച്ച, ഇഷ്ടപ്പെട്ട, അതിനെ പിന്തുണയ്ക്കുന്ന ആൾക്കാരൊക്കെ ഇത് 2 തവണ ചിന്തിക്കും. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അഴിമതിയുടെ ഒരു കൂത്തരങ്ങായി മാറി. ഇവർക്ക് എന്തായാലും കാര്യം ബോധ്യപ്പെട്ടു. ആകപ്പാടെ തകർച്ചയിലാണ് പാർട്ടി, കൈവിട്ടു പോവുകയാണ്, കാലിന്റെ അടിയിൽ നിന്ന് മണ്ണൊഴുകുകയാണെന്ന് കൃത്യമായിട്ട് വ്യക്തമായി. അതുകൊണ്ടാണ് ഇത്തരം രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ. അതെ, അപ്പൊ ഈ ചെങ്കടിത്തണൽ, കാരണം ഈ വിഷയത്തിൽ CPM ഇതുവരെ ഒന്നും പ്രതികരിച്ചില്ല. ഈ മനുവിന്റെ വിഷയത്തിൽ അതെ ആ ഒരു സാഹചര്യത്തിലാണ് CPIയുടെ സെക്രട്ടറി. അതെ, ഗൗതം പറയുന്നതിന് അതൊരു വലിയ കാര്യം. കാരണം CPM ഇതുവരെ ഇക്കാര്യത്തിലൊന്നും പ്രതികരിക്കാതിരിക്കുന്ന സമയത്ത്, കാരണം MV ഗോവിന്ദൻ മാസ്റ്റർ എടുത്ത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ ചെന്ന് ചോദിച്ചു. അപ്പോൾ പറയുന്നത് ഇത് കണ്ണൂരിലെ പ്രശ്നമല്ലേ, കണ്ണൂർ ജില്ലാ കമ്മിറ്റി എടുത്ത് ചോദിച്ചാൽ മതി, അല്ലെ കണ്ണൂരിലെ സെക്രട്ടറിയോട് ചോദിച്ചാൽ മതി എന്ന് പറയുമ്പോഴാണ് CPI എന്ന് പറയുന്ന ഈ ഇടതുമുന്നണിയിലെ 2ാമത്തെ പാർട്ടി അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. ഇവരെ CPMനെ അല്ലെങ്കിൽ പിണറായിക്ക് ഇത്രയധികം ട്രോൾ ഉണ്ടാക്കി കൊടുത്തതിൽ പ്രധാനപ്പെട്ട ഒരു പങ്കാളി നമ്മുടെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദ മാഷ് കൂടിയാണ്. കാരണം അദ്ദേഹമാണ് സൂര്യനെ പോലെ അങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റില്ല, കരിഞ്ഞു പോകുന്നൊക്കെയുള്ള പരാമർശങ്ങൾ നടത്തിയതും പിണറായിയെ അപമാനിക്കുകയും ചെയ്തതിൽ ഒരു പങ്കാളി ഗോവിന്ദൻ കൂടിയാണ്. അതായത് പിണറായി എതിർത്ത് നിൽക്കാൻ പറ്റില്ല, അപ്പോൾ പിന്നെ സ്തുതിപാഠകരായി മാറാമെന്ന ചിന്താഗതിയായിരിക്കും അതിന് പിന്നിൽ. ഇപ്പം ബിനോയ് വിശ്വം പറഞ്ഞ എന്താണ്? ചെങ്കൊടി തണലിൽ അധോലോക സംസ്കാരം വളരാൻ പാടില്ലെന്ന നിലപാട് CPIക്കുണ്ട് എന്ന് പറഞ്ഞാൽ CPMന് അതില്ല എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. CPMനും അത് വേണമെന്നാണ് പറഞ്ഞു വരുന്നത്. മാത്രമല്ല, ഒരാളെ പറ്റി ഞാൻ വ്യക്തിപരമായിട്ട് പറയുന്നില്ല, ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള വർത്തമാനമാണ് പറയുന്നത്. അപ്പോൾ CPIയുടെ നയങ്ങളൊക്കെ തീരുമാനിക്കുന്ന പാർട്ടി ഫോറത്തിലാണ്. സ്വർണം പൊട്ടിക്കലിൻ്റെ കഥകൾ, അധോലോക അഴിഞ്ഞാട്ടങ്ങൾ, അത് ചെങ്കൊടിയുടെ മറവിലല്ല എന്നും ഈ ബിനോയ് വിശ്വം പറയുന്നുണ്ട്. മാത്രമല്ല, ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ അദ്ദേഹം ഊന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, സാമൂഹിക മാധ്യമങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ രക്ഷാകവചം കെട്ടുന്നവർ അധോലോകത്തിന്റെ കാര്യസ്ഥരാണെന്ന അറിവ് ഇടതുപക്ഷത്തിന്റെ ബന്ധുക്കൾക്ക് പൊറുക്കാവുന്നതല്ല. ഇത്തരം ആളുകളിൽ നിന്ന് തീർച്ചയായിട്ടും അകലം പാലിക്കണം. അത് വലിയൊരു സന്ദേശം പോലെയല്ലേ? അതുപോലെ തന്നെ ഈ കണ്ണൂരിൽ നിന്ന് വരുന്ന വാർത്തകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ബന്ധുക്കളെ ആകെ വേദനിപ്പിക്കുന്നതാണ്. കണ്ണൂരിൻ്റെയും കരിവള്ളൂരിൻ്റെയും തില്ലങ്കേരിയുടെയും പാരമ്പര്യമുള്ള മണ്ണാണിത്. അവിടെ നിന്ന് സ്വർണം പൊട്ടിക്കുന്നതിൻ്റെയും അധോലോക അഴിഞ്ഞാട്ടത്തിൻ്റെയും കഥകൾ പുറത്തു വരുന്നു. അപ്പോൾ കൃത്യമായി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയെയും കണ്ണൂരിൽ നടക്കുന്ന സംഭവങ്ങളെയും ഒക്കെയാണ് ആര് ടാർഗറ്റ് ചെയ്യുന്നത്? ഈ ബിനോയ് വിശ്വം ടാർഗറ്റ് ചെയ്യുന്നത്. അത് CPM ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഇതേക്കുറിച്ച് മുഹമ്മദ് റിയാസ് മന്ത്രി അദ്ദേഹത്തിൻ്റെ അടുത്ത് മാധ്യമങ്ങൾ അഭിപ്രായം ചോദിച്ചാൽ പറഞ്ഞത്, അത് കണ്ണൂരിലെ ചെറിയ പ്രശ്നമാണ്, നിങ്ങൾ വിചാരിക്കുന്നത് അവിടെ യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല, അത് ചെറിയ ചെറിയ ഇഷ്യൂസ് ആയിരിക്കാം, അല്ലാതെ ബിനോയ് വിശ്വം ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് ചോദിച്ചപ്പോൾ ബിനോയ് വിശ്വത്തിന് മറുപടി പറയേണ്ടത് ഞാനല്ലല്ലോ, ഞാനതിന് മറുപടി പറയുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു. അപ്പോൾ കണ്ണൂരിൽ വലിയ പ്രശ്നങ്ങളാണെന്നും, കാരണം കേരളത്തിലെ CPMൻ്റെ മറ്റേത് ജില്ലാ കമ്മിറ്റിയെക്കാളിലും ഗൗരവമായിരിക്കും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നടക്കുന്ന പ്രശ്നം. CPMകാരൊക്കെ BJPക്കാരായി മാറും. പല രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ അത്തരം രീതിയിൽ വരുന്നുണ്ട്. അതായത് ഞാനൊരു പ്രധാനപ്പെട്ട ഒരാളിന്റെ വായിൽ നിന്ന് കേട്ടതാണ്, അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞത് 20 വർഷത്തിനുള്ളിൽ CPM പൂർണ്ണമായിട്ട് ഇല്ലാതെ വാഷ്ഡ് ഔട്ട് ആവുകയും ഈ CPMകാർ മുഴുവൻ BJPയിലേക്ക് മാറുകയും BJP ഒരു വലിയ ശക്തിയായി കേരളത്തിൽ വരുമെന്നാണ്. അങ്ങനെ പറയുന്നതിനും കാരണമുണ്ട്. കാരണം നമുക്കറിയാലോ, ഇപ്പോൾ ഇടതുപക്ഷം ചെയ്ത എന്താണ്? വലിയ രീതിയിലുള്ള ന്യൂനപക്ഷ പ്രീണനം നടത്തി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായം കൂട്ടത്തോടെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ ന്യൂനപക്ഷ സമുദായമായ ഈ മുസ്ലിം വിഭാഗം പോലും ഈ CPMൻ്റെ ന്യൂനപക്ഷ പ്രീണനം കണ്ടിട്ട് മനസ്സുമടുത്തു. ഇവരെന്തിനാണ് ഇങ്ങനെ ഞങ്ങളെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നത്? അപ്പോൾ അവർ തന്നെ ആ വോട്ട് കൃത്യമായിട്ട് കോൺഗ്രസിലേക്ക് മറിച്ചു കൊടുക്കുന്നു. ഒപ്പം ഇക്കാലം അത്രയും CPMൻ്റെ കൂടെ നിന്നിരുന്ന ഈഴവ വോട്ടുകൾ വലിയ തോതിൽ BJPയിലേക്ക് ഒഴുകി. അപ്പോൾ ഗൗതം പറയുന്ന അനുസരിച്ചാണെങ്കിൽ വരുന്ന വർഷങ്ങളിൽ ഈ ഒഴുക്ക് കൂടും. കാരണം കണ്ണൂരിലടക്കം ഈ രഘുനാഥിന് കഴിഞ്ഞ തവണ അദ്ദേഹം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു, BJP സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന് പോലും 1 ലക്ഷത്തിൽ കൂടുതൽ
2 ലക്ഷത്തിനടുത്തുള്ള വോട്ട് BJPക്ക് കണ്ണൂർ കിട്ടി. കണ്ണൂർ കിട്ടുന്നത് മാത്രമല്ല പിണറായിയുടെ മണ്ഡലമായ RC അമല അവിടെ കഴിഞ്ഞ തവണക്കാട്ടിയും വോട്ട് കുറഞ്ഞു, BJPക്ക് കൂടുകയും ചെയ്തു. അത് വളരെ ഗൗരവത്തോടെ കൊണ്ടല്ലേ. അപ്പം ഈഴവ വോട്ടുകൾ ഉൾപ്പെടെ ഹിന്ദു വോട്ടുകളെ ഒന്ന് സ്വാംശീകരിച്ച് ഒരുമിച്ച് കൂട്ടിയിട്ട് BJPയുടെ പാളത്തിലേക്ക് എത്തിക്കാൻ ആർക്ക് സാധിക്കുന്നു? BJPക്ക് സാധിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായൊരു കാര്യമാണ്. അപ്പോൾ ഇത് CPIയുടെ സംസ്ഥാന സെക്രട്ടറി മുന്നിൽ കാണുന്നുണ്ട്. അതായത് CPMന് പരമ്പരാഗതമായി കിട്ടുന്ന വോട്ടുകൾ കുറയുന്നു, BJP വളരുന്നു. അപ്പോൾ 10-15 വർഷം കൊണ്ട് BJP കേരളത്തിൽ ഇനിയും വലിയ ശക്തിയാകും. കാരണം BJPയുടെ ഒരു കോർ കമ്മിറ്റി യോഗം ചേർന്നിട്ടുണ്ട്. അതിൽ ഇത്തരം ജില്ലകൾ, അതായത് കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ കൂടുതൽ സ്വാധീനം മലബാർ മേഖലയല്ലേ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. കാരണം ഇതുവരെ ആറ്റിങ്ങൽ, അതുപോലെ തന്നെ തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലൊക്കെയാണ് വലിയ മേധാവിത്വം ഉണ്ടായത്. അപ്പോൾ അതുപോലെ കോഴിക്കോട്ടും വളരാൻ കഴിയുന്നു, കാസർഗോട്ട് പറ്റുന്നു, പാലക്കാട് ഇനിയും വളർന്നു വരണം. ഇതൊക്കെ അവരുടെ കമ്മിറ്റിയിൽ ചിന്ത വരുന്നു. അപ്പോൾ CPM ചിന്തിക്കുന്നത് പോലെ തന്നെ BJPയും ചിന്തിച്ചു വരുന്നു. CPMൻ്റെ കേഡർ സ്വഭാവം BJPക്കും ഉണ്ട്. മാത്രമല്ല ജനങ്ങൾ ഈ തുടർഭരണത്തിൽ, അതായത് CPMൻ്റെ തുടർഭരണത്തിൽ പിണറായിയുടെയും മകളുടെയും ഒക്കെ അഴിമതി ഇതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഈ ഭരണം വേണ്ട, ഇവർ ശരിയാകില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുന്നു. ഇത് തന്നെയാണ് BJPയുടെ വളർച്ചയ്ക്കും ഘടകമായി മാറുന്നത്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ബിനോയ് വിശ്വം പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ബിനോയ് വിശ്വത്തിൻ്റെ നിലപാട് കൃത്യമാണ്. കണ്ണൂരിലെ സഖാക്കൾ അല്ലെ കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകർ കൃത്യമായി അക്രമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, ചീത്തപ്പണം സ്വീകരിക്കുന്നു. ചീത്തപ്പണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അക്രമം നടത്തി, സ്വർണം പൊട്ടിക്കൽ നടത്തി, ഇതൊക്കെ നടത്തിയിട്ട് പണം ഉണ്ടാക്കുന്നു. അതുപോലെ ചെങ്കൊടിക്ക് അപമാനമാകുന്ന വിധത്തിൽ ആളുകളെ എതിർക്കുന്നവരെ കൊന്ന് കൊലവിളി നടത്തുന്നു, ആർമികളുണ്ടാകുന്നു, സൈബർ സഖാക്കളെ പരിധി വിട്ട് സാധിക്കുന്നു. അപ്പോൾ അവർ ഈ CPMനെ എപ്പോഴും സന്തോഷിപ്പിച്ച് അല്ലെങ്കിൽ അവരെ പുകഴ്ത്തിക്കൊണ്ട് നിന്നാൽ CPMന് ഇഷ്ടം. അവരെ എതിർത്ത് പറയുന്നതുകൊണ്ടാണ് ഈ പറയുന്ന PJ ആർമി, അതുപോലെ തന്നെ എന്താ പറയുക പോരാളി ഷാജി അല്ലേ, ഈ സൈബർ ടീമിനെയൊക്കെ ഇപ്പോൾ അവർ അകറ്റി നിർത്തുന്നു. അപ്പോൾ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ CPM അസ്തമിച്ചു പോകും. ചെങ്കൊടി ഇവിടെ കേരളത്തിൽ ഇല്ലാതെ പോകും. കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തത്തിനെ പറ്റിയിട്ടൊക്കെ കൃത്യമായിട്ട് അറിവുള്ള ആളുകൾ ആരും CPMനെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പിന്തുണയ്ക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യുന്നില്ല. പിണറായിയോട് അവർക്ക് കടുത്ത രീതിയിലുള്ള വിരോധമാണ്. പിണറായി വിരുദ്ധത ഒരു അലങ്കാരമായിട്ട് ഇത്തരം ആളുകൾ കൊണ്ട് നടക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് സപ്പോർട്ട് ആയിട്ട് ഇപ്പോൾ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നേരിട്ട് വന്നിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഞാൻ ആരെയും വ്യക്തിപരമായി പരാമർശിക്കുന്നില്ല. ഇതിൽ തന്നെ മനസ്സിലായില്ല ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന്. വ്യക്തിപരമായല്ല പറയുന്നത്, ഞാൻ ഒരു പൊതുവായ കാര്യം പറയുന്നു എന്ന നിലയിലാണ് ഈ വിമർശനം ഉന്നയിക്കുന്നത്. അപ്പോൾ ചെങ്കൊടിക്ക് അപമാനം ഉണ്ടാക്കുന്ന രീതിയിൽ സ്വർണം പൊട്ടിക്കലും അധോലോക ബന്ധങ്ങളും ഒന്നും ഇനി ഉണ്ടാകരുത്. നല്ല രീതിയിൽ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും ഒന്നിച്ച് നിൽക്കണം, നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതായി പോകുമെന്ന് വളരെ കൃത്യമായി ഈ പറയുന്ന കൃത്യമായിട്ട് വ്യക്തമായി. അതെ, ഈ നിർദ്ദേശങ്ങൾ ഇനി വരും ദിവസങ്ങൾ വലിയ ചർച്ചയാണ്. കാരണം CPIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് പറയുന്നത്. നമ്മൾ ചർച്ചയാവുന്ന വേറൊരു വിഷയം എന്ന് പറയുന്നത് ഇത് പിണറായിയുടെ കളിയാണോ? അതായത് ജയരാജനെ ഒതുക്കുക, അതായത് ഇപ്പം മൊത്തം ജയരാജനിലേക്ക് കാര്യങ്ങൾ ഫോക്കസായി, അദ്ദേഹമാണ് കുറ്റക്കാരൻ എന്നുള്ള രീതിയിലേക്കുള്ളൊരു വർത്തമാനങ്ങൾ മുഴുവൻ വന്നൽ. അല്ല, അത് അങ്ങനെ സംഭവിച്ചേക്കാം, നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല. അത് ആ കളി അവിടെ നടന്നോട്ടെ. പക്ഷേ ഇവിടെ സംഭവിച്ചേക്കുന്നത് CPIയുടെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനെ ഇൻഡയറക്റ്റായിട്ട് നിങ്ങളാണ് ഇതിൻ്റെ പ്രശ്നക്കാരൻ എന്ന് പറയുന്നു. കാരണം CPIയുടെ നയങ്ങൾ രൂപീകരിക്കുന്ന പാർട്ടി ഫോറങ്ങളിലാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം CPIയുടെ എല്ലാ ജില്ലാ കമ്മിറ്റികളും പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ സ്ഥാനത്തു നിന്ന് മാറണം, മന്ത്രിസഭയുടെ മുഖച്ഛായ മാറ്റണം, അല്ലെങ്കിൽ വരാൻ പോകുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ തിരിച്ചടി ഇടതുമുന്നണിക്ക് ഉണ്ടാകുമെന്ന് മാത്രമല്ല BJPക്ക് വളർച്ചയുമുണ്ട്. എന്തായാലും ഇടതുപക്ഷത്തിൻ്റെ വലിയ തോൽവി, ഈ ലോക്സഭയിലെ വലിയ തോൽവി ഭരണവിരുദ്ധ വികാരമാണെന്ന് കൃത്യമായിട്ട് CPM തന്നെ അവരുടെ കമ്മിറ്റികളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ പിണറായിക്ക് മാത്രം അത് വ്യക്തമായോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. കാരണം 4-ാം തീയതി അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എന്താ? ഇങ്ങനെയാണോ നിങ്ങൾ പറയുന്നത്? അതായത് അങ്ങനെയൊന്നുമില്ല, അങ്ങനത്തെ വിഷയമൊന്നും അല്ല എന്നൊക്കെയുള്ള രീതിയിലാണ്, ഭരണവിരുദ്ധ വികാരമല്ല അല്ല, ആ രീതിയിൽ ക്ഷുഭിതനായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. പക്ഷെ അദ്ദേഹത്തിനെതിരെ തന്നെ പാർട്ടി നീങ്ങി തുടങ്ങി എന്നതിൻ്റെ എല്ലാ സൂചനയും നമുക്ക് ഇപ്പോൾ കൃത്യവും വ്യക്തവുമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ പുറത്തു വരികയാണ്.